പേര് ലൂസി മാത്യു. ഞാൻ കടുത്തുരുത്തി വലിയ പള്ളി ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2022 ഏപ്രിൽ 8-ാം തീയതിയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. ഈ ഉടമ്പടിയുടെ ഫലമായിട്ട് എനിക്ക് 3 പ്രധാന അനുഗ്രഹങ്ങളാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. ഒത്തിരി അനുഭവങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും ആദ്യത്തേത്, എൻ്റെ കൊച്ചുമകന് ഭയങ്കരമായ ഫുഡ് അലർജി ഉണ്ടായിരുന്നു. അവന് പാല് ദേഹത്ത് തൊടാൻ മേല, ഉണ്ടായപ്പം തുടങ്ങി അങ്ങനെയായിരുന്നു. അതുപോലെ തേങ്ങ ഒന്നും തൊടാൻ മേല, അതൊക്കെ കൊടുത്താൽ എപ്പോഴും ദേഹത്ത് മുട്ടിയാൽ തന്നെ ദേഹത്തെല്ലാം അപ്പടി പൊങ്ങി വരുവോ, ചിലപ്പോൾ ശ്വാസം മുട്ടലോ, അങ്ങനെ ഭയങ്കരമായ അലർജി ഉണ്ടായിരുന്നു. അതോർത്ത് ഞങ്ങൾ ഒത്തിരി വിഷമിച്ചു. എന്ത് ഭക്ഷണവും അവന് വളരെ ഡിഫറെൻ്റായിട്ട് ഉണ്ടാക്കണം. അങ്ങനെ മോളും ഒത്തിരി വിഷമിച്ചു. അങ്ങനെ ഞാനിവിടെ വന്നപ്പോൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും ഒത്തിരി ഉപവസിച്ചും ഒത്തിരി ജപമാല ചൊല്ലിയും ഒത്തിരി പ്രാർത്ഥിച്ചു. ഉടമ്പടിയിലെ നിബന്ധനകളെല്ലാം ഞാൻ ഒന്നും തെറ്റാതെ അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. അച്ഛൻ്റെ ധ്യാനങ്ങൾ മുഴുവനും കൂടാതെ ഞാൻ ശ്രദ്ധിക്കുകയും അതുവേണ്ടി പ്രാർത്ഥിക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു. അതുപോലെ ഉടമ്പടി സാക്ഷ്യങ്ങൾ ഒത്തിരി കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഫലമായിട്ട് 3-ാമത്തെ പുതുക്കലോടുകൂടി കൊച്ചിൻ്റെ അലർജി കുറയുകയും ഇപ്പോൾ അവന് തേങ്ങ ഒരു കുഴപ്പമില്ലാതെ തേങ്ങയുടെ സാധനങ്ങൾ കഴിക്കാം, പാലുൽപ്പന്നങ്ങളും കഴിക്കാം. അങ്ങനെ ഒരു വലിയ അത്ഭുതം. ഡോക്ടേഴ്സ് അവിടെ, ഇവർ അമേരിക്കയിലാണ്, അപ്പോൾ അവർ ഡോക്ടേഴ്സ് പറഞ്ഞത് മാറാൻ ഇത്രയും പ്രായമായി, ഇനി മാറിയാലെന്ന് അവർ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഒത്തിരി തീവ്രമായിട്ട് പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഈ കൊച്ചിന് അലർജി മാറിക്കിട്ടി. അത് മാതാവിൻ്റെ പ്രത്യേകമായ ഇടപെടൽ, ഈശോയുടെ കരുണയും കൊണ്ടാണെന്ന് ഞാൻ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. രണ്ടാമതായിട്ട് ഈ മോളുടെ 4-ാമത്തെ പ്രഗ്നൻസിയിൽ ഇടയ്ക്ക് സ്കാനിങ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു കുഞ്ഞിന് ക്രോമസോമൽ ഡിസോർഡർ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് അവൾ വളരെ വിഷമിച്ച് ഞങ്ങളോട് വിളിച്ചു പറഞ്ഞു. ഞാൻ ഉടമ്പടിയിൽ ആയിരുന്നു എങ്കിലും ഉടമ്പടിയിൽ പുതുക്കിയപ്പോൾ അത് പ്രത്യേകമായി എടുത്ത് ഞങ്ങൾ ഒത്തിരി ജപമാല ചൊല്ലി, എത്രയെന്ന് അറിയത്തില്ല. അതുപോലെ വിശ്വാസ പ്രമാണം ചൊല്ലുകയും തൈലം അവളുടെ വയറ്റിൽ പുരട്ടി പ്രാർത്ഥിക്കുകയും ഉപ്പ് കൊടുത്തു വിട്ടു, തേൻ കൊടുത്തു വിട്ടു, അതെല്ലാം ഉപയോഗിക്കുകയും ചെയ്തു. ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു. ഏതായാലും പ്രസവിച്ചപ്പോൾ നോർമലായിട്ടുള്ള മറ്റു കുട്ടികളെക്കാളും വെയിറ്റും ഒക്കെയുള്ള മിടുക്കിയായ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെയാണ് ദൈവം തന്നത്. ഇത് മാതാവിൻ്റെ ഏറ്റവും വലിയ ഒരനുഗ്രഹമാണ്. ഈ കൊച്ചു കുഞ്ഞാണ് അവളെ വളരെ മിടുക്കിയായിട്ട് ദൈവം ഇതുവരെയും കാത്തു വരുന്നു. അതുപോലെ എനിക്ക് 4-5 വർഷമായിട്ട് ക്ഷമിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതോർത്ത് ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ 4-ാമത്തെ പുതുക്കലോടുകൂടി അതിനുള്ള ഒരു കൃപ ദൈവം എനിക്ക് തന്നു. പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനത്താൽ ഒത്തിരിയേറെ വിടുതൽ എനിക്ക് തരികയും അത് എനിക്ക് വളരെയധികം സ്വാതന്ത്ര്യവും സന്തോഷവും തരികയും ചെയ്തു. ഈ അമ്മ മാതാവിന്, കൃപാസന അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. ഇനി അവളുടെ പ്രഗ്നൻസിയിലെ ബുദ്ധിമുട്ടുകൾ, അവളുടെ അനുഭവം എൻ്റെ മോള് പറയുന്നതായിരിക്കും. 5-ാം മാസത്തെ അൾട്രാസൗണ്ട് ചെയ്തപ്പോൾ അവിടെ ഡോക്ടർ പറഞ്ഞു കൊച്ചിന് ക്രോമസോമൽ അബ്നോർമാലിറ്റി ഉണ്ട്. അതുകൊണ്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് അബോർഷൻ ചെയ്യാം, ഇല്ലയെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് യുവർ ഡിസിഷൻ. അതായിരുന്നു അവരുടെ ഇത്. അല്ലെന്നുണ്ടെങ്കിൽ ഫർദർ ടെസ്റ്റിങ് ചെയ്ത് നിങ്ങൾക്ക് വേണേൽ കൺഫേം ചെയ്യാം. പക്ഷേ ദർ ഈസ് ചാൻസ് ഒത്തിരി ഹൈ ആണ്. അപ്പോൾ മാനസികമായിട്ട് ഒത്തിരി ഞാൻ വിഷമിച്ചു. കാരണം ബാക്കി 3 പേരുടെ കാര്യം, നാലാമത് ഉള്ള കുഞ്ഞ് ഇപ്പം അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ദൈവം എന്നെ സെലക്ട് ചെയ്ത കാരണമായിരിക്കും. അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ, കുഞ്ഞ് അബ്നോർമൽ ആണെങ്കിൽ അതിന് സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേരൻറ്റിന് മാത്രമേ ഉള്ളൂ ഒരു അബ്നോർമാലിറ്റി ഉള്ള ഒരു കുഞ്ഞിനെ വളർത്താനായിട്ട് പറ്റുള്ളൂ. ഒത്തിരി ഡോക്ടർ അത് അബോർഷൻ്റെ കാര്യം പറഞ്ഞപ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചു, എൻ്റെ ദൈവമേ, ഞാൻ എൻ്റെ മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ദൈവം എനിക്ക്
ഒരു അബ്നോർമലായിട്ടുള്ള കുഞ്ഞിനെയാണ് തരുന്നതെങ്കിൽ അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. സോ ഞാൻ ഒരിക്കലും ആ കുഞ്ഞിനെ അബോർഷൻ ചെയ്യത്തില്ല. അതായിരുന്നു എൻ്റെ ഡിസിഷൻ. പക്ഷേ ആ ഡിസിഷൻ എടുത്തിട്ടും എൻ്റെ മനസ്സിൽ ഭയങ്കര വിഷമമായിരുന്നു. അങ്ങനെയാണ് ഞാൻ എൻ്റെ സിസ്റ്ററും എൻ്റെ മമ്മിയും കൃപാസനം ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവരോട് ചോദിച്ചു, കൃപാസനത്തെ പറ്റി കൂടുതൽ അറിഞ്ഞു. അന്ന് മുതൽ അന്നേരമാണ് എന്നോട് പറഞ്ഞു ഇങ്ങനെ ഓൺലൈൻ ഉടമ്പടി എടുക്കാം എന്ന് പറഞ്ഞത്. അങ്ങനെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. അപ്പോൾ തന്നെ മമ്മി എനിക്ക് തൈലം തന്നിരുന്നു. തൈലം എൻ്റെ വയറിൽ പുരട്ടി കുരിശ് വരച്ചു വിശ്വാസ പ്രമാണം ചൊല്ലുമായിരുന്നു. അങ്ങനെ അതുപോലെ തന്നെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോഴും ഞാൻ ഉടമ്പടിക്ക് പാലിക്കേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ ഉപവാസമാണേലും പ്രഗ്നൻസിയിൽ ഉപവസിക്കേണ്ട എന്ന് പറഞ്ഞാൽ പോലും ഞാൻ ഓർത്തു അത് ദൈവത്തിനായിട്ട് ഞാൻ ചെയ്യുന്നതാണ്. ഇപ്പം ഞാൻ അങ്ങനെ ഒരു കൊച്ചിനെ ടേക്ക് കെയർ ചെയ്യണമെങ്കിൽ എനിക്ക് അതിനുള്ള സ്ട്രെങ്ത്, എൻ്റെ ഹസ്ബൻഡിന് എനിക്ക് അതിനുള്ള സ്ട്രെങ്തും ഇതും കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കാഴ്ചവെച്ച് ഞാൻ ഉപവാസം എടുത്തു. അതുപോലെ തന്നെ ഉടമ്പടിക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പാലിച്ചു. ഓൺലൈനിൽ ധ്യാനം കൂടുകയും അതുപോലെ തന്നെ ഷെയർ ചെയ്യുകയും എല്ലാം ചെയ്തു. കുഞ്ഞുണ്ടാകുന്ന ദിവസം അന്ന് ഡെലിവറി റൂമിൽ കൊച്ച് പുറത്തേക്ക് വന്നു. കരയുന്ന ഒച്ച കേൾക്കാം. എനിക്ക് കണ്ണു തുറന്ന് കൊച്ചിനെ നോക്കാൻ എനിക്ക് അതിനുള്ള ഇതില്ല. പക്ഷെ ഞാൻ കൊച്ചിനിട്ട് നോക്കുന്നതിന് മുമ്പ് ഞാൻ കണ്ണടച്ച് ഞാൻ കൃപാസനം മാതാവിനോടുള്ള തീക്ഷണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ചൊല്ലിക്കഴിഞ്ഞിട്ടാണ് ആ കുഞ്ഞിട്ട് നോക്കിയത്. നോക്കിക്കഴിഞ്ഞിട്ട് ഇപ്പോൾ അവർ ഡോക്ടേഴ്സ് പറഞ്ഞു കൊച്ച് ഹെൽത്തിയാണ്, കൊച്ചിനും ഒരു കുഴപ്പവുമില്ല. മാതാവിനും തിരുക്കുമാരനും ഒത്തിരിയേറെ നന്ദി അർപ്പിക്കുന്നു. ലൂക്ക 18:27 മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ലൂസി മാത്യു എന്ന ഈ അമ്മയും മകളും അവരുടെ കുടുംബത്തിന് ലഭിച്ച വലിയൊരു ദൈവാനുഭവത്തെ, പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ സംരക്ഷണയിൽ ലഭിച്ച അത്ഭുതകരമായ ഒരു ജീവിതാനുഭവത്തെ നമ്മുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. 4ാമത് സഹോദരി ഗർഭിണിയാകുമ്പോൾ ആ ഉദരത്തിലുള്ള ശിശു ഗുരുതരമായ ക്രോമസോം ഡിസോർഡറിനാൽ ജനറ്റിക്കൽ ഇഷ്യൂസ് മൂലം ഗുരുതര രോഗാവസ്ഥയിലുള്ള കുഞ്ഞായിരിക്കുമെന്നും അതുകൊണ്ട് കഴിയുമെങ്കിൽ അത് അബോർഷനെക്കുറിച്ച് ആലോചിക്കണമെന്നുമാണ് ഡോക്ടർമാർ മകളെ ഉപദേശിക്കുന്നത്. ഉദരത്തിൽ ഉരുവാക്കിയ കുഞ്ഞ് ദൈവത്തിൻ്റെതാണെന്നും അത് എങ്ങനെ തമ്പുരാൻ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തന്നാലും അതിനെ വളർത്തുവാൻ പറ്റുന്ന മനക്കരുത്തും ശാരീരിക കഴിവുകളും നൽകണമെന്ന് മാത്രമാണ് മകൾ പ്രാർത്ഥിച്ചത്. ആരോഗ്യമുള്ള കുഞ്ഞെങ്കിൽ അങ്ങനെ വളർത്തുന്നതിന്, കുറവുള്ള കുഞ്ഞെങ്കിൽ അതിനെ അതായി കണ്ട് പരിപാലിക്കുന്നതിന് ശക്തി തരണമെന്നാണ് അമ്മ മാതാവിനോട് മകൾ പ്രാർത്ഥിച്ചതെന്ന സാക്ഷ്യത്തിലെടുത്ത് പറയുന്നുണ്ട്. അത് ദൈവത്തിന് കൊടുക്കുന്ന ഒരു വാക്കാണ്. നീ നൽകുന്ന ഒരു ദാനത്തെയും ഞാൻ നിരസിക്കില്ല. നിൻ്റെ കരങ്ങളിൽ നിന്ന് എത്ര കയ്പ് ആദ്യം തോന്നുന്ന കാര്യത്തെയും ഉള്ളുകൊണ്ട് സ്വീകരിച്ച് ഞാനത് കൃപയ്ക്കുള്ള അടയാളമാക്കി അനുഗ്രഹത്തിനുള്ള നിക്ഷേപമാക്കി മാറ്റുമെന്ന്. ഇവിടെ മോളുടെ അമ്മയും സഹോദരിയും തീർത്ഥാടക ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്നു. മോളവിടെ ഓൺലൈൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്നു. അമ്മ നൽകിയ ഒരൽപ്പം ഉടമ്പടി തൈലം ഉദരത്തിൽ കുരിശടയാളം വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി നിരന്തരം കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ഉപവസിച്ച് ഗർഭിണിയായിരുന്ന നാളുകളിൽ പോലും ഉപവസിക്കുകയും അച്ഛൻ്റെ ധ്യാനം സ്ഥിരമായി കൂടുകയും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഒരിക്കൽ പോലും മുടക്കാതെ രാവിലെ ചൊല്ലുകയും സായാഹ്ന പ്രാർത്ഥന ചൊല്ലുകയും
പൂർണ്ണമായും വൈദ്യശാസ്ത്രം എന്നോട് പ്രയാസകരമാണെന്ന് പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ ദൈവം, എൻ്റെ അമ്മ മാതാവ് എനിക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യും, ആ ഒരു പ്രത്യാശയോടു കൂടി മകൾ ജീവിതത്തെ നയിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. മകൾ പറയുന്നുണ്ട്, ഞാൻ പിറന്നു വീണ കുഞ്ഞിൻ്റെ നിലവിളി കേൾക്കുന്നുണ്ട്, എൻ്റെ മാറോട് ചേർത്ത് കുഞ്ഞിനെ കൊണ്ടുവന്ന് കിടത്തുന്നുണ്ട്. ഞാൻ കണ്ണു തുറന്ന് കുഞ്ഞിനെ കാണുന്നതിന് മുമ്പ് അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ആ ഏറ്റവും വൈകാരിക നിമിഷങ്ങളിൽ ഒന്നുകൂടി ചൊല്ലി അമ്മയ്ക്ക് എൻ്റെ കുഞ്ഞിനെ സമർപ്പിച്ചിട്ടാണ് ഞാൻ കുഞ്ഞിനെ കണ്ണു തുറന്ന് നോക്കിയതെന്ന്. പ്രിയമുള്ളവരെ, ഇതിനെയാണ് നമ്മൾ സാക്ഷ്യമെന്ന് പറയുക. ജീവിതം വല്ലാതെ ക്ലേശത്തിലും എന്ത് ആകുമെന്നറിയാത്ത അവസ്ഥയിലും വിശ്വാസത്തിനൊരല്പം പോലും ചഞ്ചലപ്പെടാതെ എൻ്റെ ദൈവം ഉന്നതനാണ്, എത്ര മഹത്തായ കാര്യവും എനിക്ക് നേടിത്തരുവാൻ, ചെയ്തു തരുവാൻ, അസാധ്യമെന്ന് കരുതുന്നത് പോലും എനിക്ക് വേണ്ടി സാധ്യമാക്കി തരുവാൻ എൻ്റെ കർത്താവിന് കഴിയും എന്ന പൂർണ്ണമായ പ്രത്യാശയാണ് ഏതൊരു ജീവിതത്തെയും കൂടുതൽ വിശ്വസ്തതയുള്ള, കൂടുതൽ ആഴമുള്ള ആത്മീയതയിലേക്ക് നയിക്കുന്നത്. ആരോഗ്യമുള്ള കുഞ്ഞിനെ നൽകി ദൈവം ഈ കുടുംബത്തെ അനുഗ്രഹിച്ചതിൻ്റെ സാക്ഷ്യം ഈ മകൾ ഇവിടെ പങ്കുവയ്ക്കുമ്പോൾ ആ കുഞ്ഞിന് ലഭിക്കുന്ന നിമിഷങ്ങളിലൊക്കെയും മകൾ നയിച്ച ജീവിതം, അമ്മ മാതാവിനോട് പുലർത്തിയ സ്നേഹബന്ധം, ഉടമ്പടിയിലുള്ള വിശ്വാസം, അതിനെയാണ് വാക്കുകളിലൂടെ പങ്കുവയ്ക്കുന്നത്. ഈ കുടുംബത്തിന് ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് നമുക്ക് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.